ഇന്ന് പല ബേക്കറികളിലും സങ്കൂസിൻ്റെ വെറൈറ്റി പായസം എത്തിക്കഴിഞ്ഞു. ഒരു വീട്ടമ്മയുടെ ചെറിയ സംരംഭമാണിത്. പ്രത്യേക രുചിക്കൂട്ടിൽ തയ്യാറാക്കിയ മാമ്പഴ പായസത്തിന് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്. മാമ്പഴ പായസത്തിന് പുറമെ ബനാന പായസവും പൈനാപ്പിൾ പായസവും കരിക്കും പായസം അങ്ങനെ നീളുന്നു വെറൈറ്റി പായസക്കൂട്ടുകൾ. മാമ്പഴ പായസത്തിന് പുറമെ മാമ്പഴ കേസരിയും ഇപ്പോൾ ബേക്കറികളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പരീക്ഷണങ്ങളിൽ രുചിക്കൂട്ടുകൾ തയ്യാറാക്കി വിജയിച്ചിരിക്കുകയാണ് സംഗീത. ഹലോ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റുള്ള വീട്ടമ്മമാർക്കും ഒരു പ്രചോദനമാണ് സംഗീത. ഒരു ചെറിയ കേക്കിൽ നിന്നും തുടങ്ങി ഇന്ന് ഒരു ഗാർമെന്റ്സ് വരെ എത്തിയിരിക്കുന്നു. എങ്ങനെ കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ വരുമാനം നമുക്ക് നേടിയെടുക്കുന്നതെന്ന് സംഗീത പറഞ്ഞുതരും. നമുക്ക് ആദ്യം സംഗീതയെ പരിചയപ്പെടാം. എത്ര വർഷമായി ഈ സംരംഭം തുടങ്ങി? ഞാനിത് കേക്കിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 6 വർഷമായി. അത് കഴിഞ്ഞിട്ടാണ് പായസം കേസരി എന്നുള്ള സംഭവങ്ങൾ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആയുള്ളൂ. ഡ്രസ്സ് ലേഡീസിൻ്റെ ആണ് കൂടുതൽ, പിന്നെ കുട്ടി കിഡ്സിൻ്റെതും എല്ലാം. എങ്ങനെയാണ് ഇതിന്റെ മുതൽ മുടക്കൊക്കെ എങ്ങനെയാണ്? ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തോ? ഇല്ല, നമുക്ക് ആദ്യമേ വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് കുക്കറിൽ ആദ്യം ചെയ്ത് പഠിക്കാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മോൻ കുഞ്ഞായിരുന്നപ്പം, അങ്ങനെ ഒരു 6 മാസം ആയുള്ള മോനെ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നതാണ്. അത് പിന്നെ നിർത്തേണ്ടി വന്നു. അങ്ങനെ പോയി തുടങ്ങിയതാണ് ഇത് കേക്കിലോട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇതിന് പോയി, കേക്ക് പഠിക്കാനായിട്ട്, ബേക്കിങ്ങിന് പഠിക്കാനായിട്ട് പോയി. അത് അതിന് മുന്നേ ഞാൻ കേക്ക് സ്പഞ്ചൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതിനൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ആ ഇപ്പോഴത്തെ നിലയിലുള്ള പോലെ അപ്പോഴ് കേക്കിന്റെ വലിയ ഇതൊന്നും ഇല്ല. ഇപ്പോഴല്ലേ എവിടെ നോക്കിയാലും കേക്ക്, ആ സമയത്ത് അതൊന്നുമില്ല. അങ്ങനെ ഞാൻ ആ കേക്ക് പഠിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫസ്റ്റിലെ എനിക്ക് ഓവൻ വാങ്ങിച്ചു ഞാൻ, അല്ലാതെ ബാക്കിയുള്ള ടൂൾസ് കുറച്ചൊക്കെ വാങ്ങിയുള്ളൂ. അത് ചെയ്ത് തുടങ്ങി. പിന്നെ അതിൽ നിന്ന് വരുമാനത്തിലാണ് ഞാൻ ബാക്കി എല്ലാ ടൂൾസും വാങ്ങിക്കൊണ്ടിരുന്നത്. കേക്ക് മാത്രമല്ല, വെറൈറ്റി പായസം, കരിക്ക് പായസം, മാമ്പഴ പായസം, നേന്ത്രപ്പഴം, പിന്നെ പാലടയൊക്കെ ഉണ്ട്. എന്നാലും മാമ്പഴം, കരിക്ക്, പൈനാപ്പിൾ, ക്യാരറ്റ് ഇതൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് കടകളിൽ സപ്ലൈ ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ ബൾക്കായിട്ട് ആരെങ്കിലും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പറയുകയാണെങ്കിൽ ചെയ്തു കൊടുക്കുക. നേരത്തെ പറയണം, ഇത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ബിസിനസ് എങ്ങനെയൊക്കെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. കേക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ഒരിതുണ്ടായിരുന്നു. ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഹസ്ബൻഡും കൂടെ സഹായിക്കും. അതുപോലെ തന്നെ മാമ്പഴ പായസത്തിനൊക്കെ ഇപ്പൊ ആവശ്യക്കാർ ഏറെയാണ് അല്ലേ? ഇപ്പൊ സീസൺ അനുസരിച്ചായിരിക്കുമല്ലോ അതൊക്കെ ഉണ്ടാക്കുന്നത്. എന്നാലും മാമ്പഴം അല്ലാതെ നമുക്ക് വാങ്ങുന്നുണ്ട്, പക്ഷെ റേറ്റ് കൂടുതലായിട്ട് മാമ്പഴത്തിന്. അതിൽ അങ്ങനെ എല്ലാ മാമ്പഴവും അത് ചേർക്കാൻ പറ്റില്ല. അതിന് വെറൈറ്റി വേറെ മാമ്പഴമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പുളിപ്പ് ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അത് വരാതെ നോക്കണം. പാല് പിരിയാൻ പാടില്ല. അത് ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മാമ്പഴവും കരിക്ക് തന്നെയാണ് കൂടുതലും പോണത്. ആദ്യം ഞാൻ കേക്ക് തുടങ്ങുന്നതിന് മുന്നേ വിചാരിച്ചതാണ് തുണിയുടേത്. പക്ഷെ ആ സമയത്ത് എനിക്കെന്തോ പിന്നെ ബേക്കിങ്ങിനോടും എനിക്ക് അല്ലാതെ തന്നെ കുക്കിങ്ങിനോട് താല്പര്യമാണ്. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് സ്റ്റാർട്ട്. കേക്കിന്റെ കസ്റ്റമേഴ്സ് ഉണ്ട്, പായസത്തിന്റെ കസ്റ്റമർ ഉണ്ട്. ഒരു ബർത്ത്ഡേ ആയി കഴിഞ്ഞാൽ എല്ലാം ഡ്രസ് ഉൾപ്പെടെ കോംബോ ആയിട്ട് ചെയ്തു. ഡ്രസ്, കേക്ക്, ഇങ്ങനെ ഗിഫ്റ്റ് ഐറ്റംസ്, ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം കൂടെ സെറ്റ് ആയിട്ട് കോംബോ ആയിട്ട് ചെയ്ത് കൊടുക്കും. പക്ഷെ അത് നേരത്തെ പറയണമെന്നേ ഉള്ളൂ. ഇത് ജുവൽ നെക്കാണ്, ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോ പ്ലെയിൻ ആയിട്ടുള്ള ജോർജ് ടൈപ്പാണ്. വർക്ക് ഹാൻഡ് വന്നിട്ടുണ്ട്. പിന്നെ സാധനം പിന്നെ പ്രിന്റഡ് ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട്. ഇതില് പ്രിന്റ് ആയിട്ട് വരുന്ന ജുവൽ നെക്ക് വരുന്നുണ്ട്. റേറ്റ് ഒക്കെ എങ്ങനെ വരും? 799 അങ്ങനെ വരുന്ന റേറ്റുകളാണെല്ലാം. ഇത് ഒരുപാട് സെയിലായിട്ടുള്ള ടോപ്പാണിത്. ഇതിന്റെ വേറെ കളർ ഷെയ്ഡ് ഉണ്ടായിരുന്നു, പർപ്പിൾ ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു. ഇത് 650. ഇതൊക്കെ റേഞ്ച് കുറവാണ് കേട്ടോ. 650 അത്രേ ഉള്ളൂ. നല്ല ഹാൻഡ് വർക്കും ഉണ്ട്. ഹാൻഡ് വർക്കും ഉണ്ട് നന്നായിട്ട്. 650 ഒരു നഷ്ടമല്ല. നല്ല ഹാൻഡ് വർക്കൊക്കെ ഉള്ള കുർത്തി. നല്ല സെയിലൊക്കെ വരുന്നുണ്ട്, റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നതാണ്. ഇതൊക്കെ ആലിയക്കട്ട് പോകുന്നതാണ്. അതും പോവും. ജുവൽ നെക്ക് ഒരുപാട് പോകുന്നുണ്ട്. ഈ സിൽക്കിന്റെ ടൈപ്പ് ഇങ്ങനെ പോകുന്നു. ഇതും അതേ മോഡല് ആലിയക്കട്ട് വി ഷേപ്പിൽ വരുന്നതാണ്. ഫ്ലോറൽ പ്രിന്റ് വരുന്ന രീതിക്ക്. ഇതിപ്പോൾ 850 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ള പ്രൈസ്. ഇപ്പോൾ വരുന്നത് 700 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. ആടിക്കിഴിവ് പ്രമാണിച്ച് എല്ലാത്തിനും റേറ്റ് കുറച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയ സംരംഭത്തിലൂടെയാണ് സംഗീത ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇന്ന് ഒരുപാട് കടകളിൽ കേക്കും പായസവും ഒക്കെ സപ്ലൈ ചെയ്യുന്നു. ഇതിനോടൊപ്പമാണ് ലേഡീസിൻ്റെ കുറച്ച് വസ്ത്രങ്ങളും വിൽക്കുന്നത്. മറ്റുള്ള വീട്ടമ്മമാർക്കും കൂടി ഒരു മാതൃകയാണ് സംഗീത. വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എന്തൊക്കെ ബിസിനസ് ചെയ്യാം. ഇവരൊക്കെ മറ്റുള്ള സ്ത്രീകൾക്കും ഒരു പ്രചോദനമാണ്. ഇന്ന് പല ബേക്കറികളിലും സങ്കൂസിൻ്റെ കേക്കും പായസവും ഒക്കെ സുലഭമാണ്.
നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് പായസമായാലും കേക്കായാലും കൃത്യമായ സ്ഥലത്ത് അവർ കൊണ്ടെത്തിച്ചു തരുന്നു. പിന്നെ കേക്ക് ഏത് ഫംഗ്ഷന് വേണ്ടിയാണെങ്കിലും, അതായത് ബർത്ത്ഡേ മാത്രമല്ല, ഹൽദി, പാലുകാച്ച്, ഇപ്പം എല്ലാവരും പാലുകാച്ചിനൊക്കെ കേക്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. പാലുകാച്ച്, ഹൽദി, പിന്നെ റിസപ്ഷൻ, എന്തെങ്കിലും ഫംഗ്ഷൻ, കല്യാണം എന്നുള്ള വരുന്നതിനെല്ലാം കോംബോ ഓഫറായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ കുറച്ച് ദിവസം മുന്നേ എന്നോട് പറയണം. അപ്പം ബർത്ത്ഡേക്കായാലും ഗിഫ്റ്റ്, കേക്ക്, അങ്ങനെ എന്തെങ്കിലും ഫ്ലവർ, പിന്നെ ഇത് ചെയ്യുന്നുണ്ട്, ഫ്ലവറും ചോക്ലേറ്റും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്ത് സെറ്റായിട്ട് കൊടുക്കും. അത് പക്ഷേ കുറച്ച് ദിവസം മുന്നേ അറിയിക്കണമെന്ന് മാത്രം. ഇപ്പം വീണ്ടും ടിഷ്യൂവിൻ്റെ മെറ്റീരിയലുള്ള ടോപ്പ്, സാരി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. 2 ദിവസത്തിനകത്ത് എല്ലാം റെഡിയാവും. പിന്നെ പർച്ചേസ് ചെയ്യാന്നുള്ളവർ കൂടുതൽ ഓൺലൈനായിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. വന്ന് വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും ഇപ്പോഴും ഓൺലൈൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഓൺലൈനായിട്ട് വീണ്ടും എല്ലാവരും സഹായവും പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഇൻസ്റ്റ ID ഉണ്ട്, ഇറ്റ്സ് മീ സംഗു എന്നാണ് അതിൻ്റെ പേര്. അതിൽ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോഴത്തേക്കും ഡെയിലിയുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വേണമെന്നുള്ളവർ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം. ഏത് ഫ്ലേവറിലുള്ള കേക്കുകളായാലും ഓർഡർ അനുസരിച്ച് അവർ ചെയ്തു തരുന്നതാണ്. ഇവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കേക്കാണെങ്കിലും പായസമാണെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്യാം.